എല്ലാവർക്കും വൈറൽ ബ്യൂട്ടി ടിപ്സ് റിവ്യൂ മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പക്ഷേ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത ഒരു പരീക്ഷണം അത് ഭയങ്കരമായിട്ട് എനിക്ക് സൈഡ് എഫക്ട്സ് തന്നിരുന്നു. ഒരു വലിയ ചാനൽ തന്നൊരു ബ്യൂട്ടി ടിപ്പായിരുന്നു. ഈ സംഭവം തേച്ച് കഴിഞ്ഞാൽ സ്കിൻ കളർ ചേഞ്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. സ്കിൻ കളർ ചേഞ്ച് ചെയ്തുമില്ല, അതിന് പകരം എനിക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് മുഖത്ത് നിറച്ച് വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ നിറച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി കുറേ അധികം സമയം പിടിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മുഖത്ത് ഈ കുരുക്കൾ എങ്ങനെയാണ് മാറ്റേണ്ടത്, ഇല്ലെങ്കിൽ മുഖത്ത് വന്ന ആ കറുത്ത പാടുകളൊക്കെ എങ്ങനെയാണ് ഇനി മാറ്റേണ്ടതെന്ന് നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ കയ്യിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ മുഖക്കുരു മാറ്റാമെന്ന് ഒരു വീഡിയോ കണ്ടത്. വേറെ ഒന്നുമല്ല, നമ്മുടെ പേരയിലയാണ്. അത് പേരയില മുഖത്ത് കുരുക്കൾ മാറ്റാൻ വേണ്ടിയിട്ട് ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടി പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മുടി വളരും എന്ന് പറയുന്നു. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം ഇപ്പം മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു. മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുന്നു പറഞ്ഞതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മുടി നന്നായിട്ട് വളരും എന്നും പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ല മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താണെങ്കിലും റിസൾട്ട് ഞാൻ റിവ്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനലിലെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പേരയിലയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു 4 പേരയില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതും 1 ടീസ്പൂൺ അരിപ്പൊടിച്ചത്, അതായത് പച്ചരി പൊടിച്ചത്, പിന്നെ ഒരു ചെറിയ നുള്ള് മഞ്ഞൾപ്പൊടിയാണ് എടുക്കുന്നത്. അത് കസ്തൂരി മഞ്ഞളായാലും കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാൻ പേരയില നന്നായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് നമ്മുടെ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് ചേർക്കണമെന്നില്ല. മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ നമ്മുടെ അലോവേരയും ചേർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോസ് വാട്ടർ ആട്ടോ ഉപയോഗിച്ച്. റോസ് വാട്ടർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റം കൂടി ചേർത്ത് ഞാൻ അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം സ്കിൻ നന്നായിട്ട് ഫേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് മുഖത്തും മൊത്തവും അതേപോലെ തന്നെ കഴുത്തിലും ചുറ്റും തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഖത്ത് ആ ഒരു കറുത്ത കുത്തുകളുണ്ടാവില്ല, മുഖക്കുരൊക്കെ വന്ന പാടുകൾ, അതൊക്കെ മാറിക്കിട്ടും. അതുപോലെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയിൽ അലർജി ഉള്ള ആൾക്കാർ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. അപ്പോൾ എൻ്റെ സ്കിന്ന് ഇന്ന് ഒരു ഓയിലി ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിതിൽ റോസ് വാട്ടർ ചേർത്തിട്ട് അരച്ചെടുത്തത്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തൈരോ പാലോ ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴുത്തിനും ചുറ്റും തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് വാഷ് ചെയ്ത് കളയും. ഇനി ഇതിനൊന്നും നേരമില്ല, പേരയില മാത്രം അരച്ചിട്ട് മുഖത്ത് തേച്ചാലും നമ്മുടെ മുഖത്ത് വരുന്ന ആ കുരുക്കളൊക്കെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞു വരും. അതേപോലെ തന്നെ മുഖത്തുള്ള കറുത്ത പാടുകളില്ല, മുഖക്കുരു വന്നു പോയ പാടുകൾ, അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇത് ഞാൻ ആഴ്ചയിൽ 3 വട്ടമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റിസൾട്ട് കിട്ടിയതുമാണ്. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് മുഖത്ത് തേച്ചിട്ട് എനിക്ക് വന്നൊരു മാറ്റം ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വൈറ്റനിങ് കളർ തരും, കാരണം നമ്മളതിൽ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് കളറല്ല. നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു ഗ്ലോ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ എനിക്ക് വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മുഖക്കുരു മാറി, അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകളും മാറി വരുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിന് മാത്രമേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ സ്കിൻ കളറൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ചേഞ്ച് ആവത്തില്ല. അത് നമ്മുടെ ഫുഡ് ഹാബിറ്റിലൂടെ തന്നെയാണ് ചേഞ്ച് ആവത്തുള്ളൂ. അത് പതുക്കെ ചേഞ്ച് ആവത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനും മറക്കരുത്. വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.